കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീനും മണിക്കുഞ്ഞും കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുവാണ്. അവിടെ എത്തിയ നവീൻ ഗാഥയോട് അപ്പം തന്നെ പറയുക, ഗാഥ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം. ഈ തന്നെ കയ്യിൽ കുത്തിയത് നാഗമൊന്നുമല്ല, ആ റോസാപ്പൂച്ചെടി ഞാൻ കൈയോടെ പിടികൂടി. അതുമാത്രമല്ല, കൈയോടെ പിടികൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. അവസാനം അവർ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. അമ്മാവനും കൂടി തന്നെ പേടിക്കാൻ വേണ്ടി തൻ്റെ ഉള്ളിലെ നാഗഭയം മുതലെടുത്ത് അവരിപ്പിച്ചു വെച്ച് പണിയായത്. അവരെല്ലാം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അന്നേരം അത് കേൾക്കുന്നതും ഗാഥ പൊട്ടിത്തിരിക്കണേ. നവീൻ എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചയോ? പാവേ, എൻ്റെ കൺമുമ്പിൽ കൂടി എഴിഞ്ഞു പോയത്. അപ്പോൾ അതും അവർ സൃഷ്ടിച്ചെടുത്തതാണെന്നാണോ നവീൻ പറഞ്ഞു വരുന്നത്? അന്നേരം മാണിക്കുഞ്ഞ് പറയുന്നുണ്ട്, എൻ്റെ ഗാഥ മാഡം, നവീൻ സാറ് പറഞ്ഞത് സത്യം തന്നെയാണ്. തെളിവ് സഹിതം കൈയോടെയല്ലേ അമ്മാവനെ അമ്മായിയും സാറ് കൂട്ടിയത്. അവർ തന്നെ സത്യം തുറന്നു പറഞ്ഞതാ മാഡം. വേണ്ട, നിങ്ങൾ ആരും ഇനി ഒന്നും പറയണ്ട. ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നവീനും നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നലാണിതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. എനിക്കെൻ്റെ മമ്മിയോട് ഇപ്പം തന്നെ സംസാരിക്കണം. അന്നേരം നവീൻ പറയണേ, എടോ, ഈ കാര്യത്തിനൊക്കെ എന്തിനാ സിത്താര മേഡത്തെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? തന്നോട് നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നവീൻ എന്ത് തന്നെ പറഞ്ഞാലും ശരി, എനിക്കിപ്പം തന്നെ എൻ്റെ മമ്മിയോട് സംസാരിക്കണം, എന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാകുള്ളൂ. അങ്ങനെ പറഞ്ഞ കഥ ഫോണെടുത്ത് സിത്താരനെ വിളിക്കുവാണ്. ഈ സമയം സിത്താര കോൾ അറ്റൻഡ് ചെയ്യുക. ആ മോളെ, എന്താ ഈ സമയത്തൊക്കെ വിളിക്കുന്നത്? മമ്മി, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോ? എന്തിന്? എന്താ പോലെ നിനക്ക് പറ്റിയത്? അന്നേരം കഥ നടന്ന കാര്യങ്ങൾ പറയുവാണ്. മമ്മി, ഇന്ന് റൂമിൽ നിന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു പാമ്പ് കൊത്തി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാ. എന്നാൽ ഇവിടെ എല്ലാവരും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പാമ്പ് കൊത്തിയതല്ല എന്നാണ്. എല്ലാം എൻ്റെ തോന്നലാണ് പോലും. പക്ഷെ ഞാൻ കണ്ടതല്ലേ ആ നാഗം എൻ്റെ മുമ്പിൽ കൂടി പോകുന്നത്. എന്നിട്ട് ഇവരെല്ലാം പറയുന്നത് അമ്മാവനും അമ്മാവിയും കൂടി ചെയ്തതാണെന്നും. പക്ഷെ മമ്മി എങ്കിലും എന്നെ വിശ്വസിക്കണം. അന്നേരം സിത്താര പറയണേ, മോളെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അമ്മയും നവീനും മാണിക്കുഞ്ഞും എല്ലാവരും ഉണ്ട്. നീ സുമിത്രക്ക് ഫോണെന്ന് കൊടുത്തേ. എന്തിന്? എന്നെ പറഞ്ഞ് വിശ്വസിക്കാൻ ശ്രമിച്ചതുപോലെ മമ്മീനെ കള്ളക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും. മോളെ ഗാഥേ, നീ പറയുന്നൊന്ന് കേൾക്ക്. ഫോണൊന്ന് സുമിത്രയുടെ കൈ കൊടുക്ക്. അങ്ങനെ സുമിത്രയുടെ ഫോൺ കൊടുക്കുവാണ്. ഈ സമയം സിത്താര സുമിത്രയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക. അന്നേരം സുമിത്ര അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ്. ഞങ്ങൾ എത്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഗാഥമോൾ വിശ്വസിക്കുന്നില്ലെന്നേ. ഡോക്ടർ വരെ പരിശോധിച്ച് പറഞ്ഞ കാര്യമോ നാഗമൊന്നും ഗാഥമോൾ കുത്തിയിട്ടില്ലെന്ന്. എന്നാണെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്താം. അന്നേരം സുമിത്ര പറയണേ, അയ്യോ വേണ്ട സിത്താര, അങ്ങനെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. എന്നാണെങ്കിലും നേരം വിളിക്കുന്നവർ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ ഗാഥമോളെയും കൂട്ടി നവീനോട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. അന്നേരം സിത്താര പറയുന്നുണ്ട്, എനിക്കങ്ങോട്ടേക്ക് വരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ മോളുടെ കാര്യമല്ലേ, അതിൻ്റെ ആവശ്യം തൽക്കാലം ഇടില്ല സിത്താരെ. ഗാഥമോളെ നോക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. എന്നാൽ ശരി, എന്തെങ്കിലും പ്രശ്നമോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിക്കണം. അതിന് മടിക്കൊന്നും വേണ്ട. ശരി സിത്താരെ. അങ്ങനെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് അനിയൻ സാറിന് വേണ്ടി ചായയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്ന കൃഷ്ണനെയാണ് കേട്ടോ. ഈ സമയം ആ ചായയൊക്കെ കുടിച്ചിട്ട് ശ്രീനിവാസ് പറയണേ, ചായക്കൊരു പ്രത്യേക രുചിയുണ്ടല്ലോ മോളെ. ആ, ഇതിലെ ഞാൻ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടതാണ്. ഇതുപോലെ മുറിവൊക്കെ പറ്റിയിരിക്കുന്ന സമയത്ത് പനി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ചായ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. അന്നേരം അതൊക്കെ കേട്ടിട്ട് മോളിക്കുട്ടിയോട് ശ്രീനിവാസ് പറയണേ, അല്ല, ഇതാരാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? ഒരു കുട്ടി ഡോക്ടറാണല്ലോ. അന്നേരം മോളിക്കുട്ടി പറയണേ, പിന്നെ അല്ലാതെ സാർ കൃഷ്ണനെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ഇവൾക്കറിയാത്തതായിട്ട് ഒന്നുമില്ല. അന്നൊരു ദിവസം ഇവളെന്നെ നെറ്റി തൊട്ടിട്ട് പറയണേ, മോളിക്കുട്ടി, നിനക്ക് ചെറിയ രീതിയിൽ പനിക്കുന്നുണ്ട്, പനി വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് എനിക്കന്ന് പനിയും വരികയും ചെയ്തു. അല്ല മോളെ, ഇതൊക്കെ മോളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? മോള് മെഡിസിൻ വല്ലതും പഠിച്ചിട്ടുണ്ടോ? എൻ്റെ സാറേ, നമ്മുടെ അമ്മമാരൊക്കെ മെഡിസിനും മറ്റുമൊക്കെ പഠിച്ചിട്ടാണോ കുട്ടികളുടെ നെറ്റിയിലൊന്ന് തൊട്ട് നോക്കി പനിയുണ്ടോ, ചൂടില്ലേ, എങ്ങനെയാ കുറവുണ്ടോ എന്നൊക്കെ നോക്കി പറയുന്നത്? ഇതുമൊക്കെ അത്രയും തന്നെയുള്ളൂ സാറേ. അല്ല സാറേ, ഇവിടെ മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തിനാ മോളെ? അല്ല, സാറിനിപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കി തരണ്ടേ? അതിന് വേണ്ടിയിട്ട് ചോദിച്ചതേ ഉള്ളൂ. അവരൊക്കെ വരാൻ ലേറ്റ് ആകുമല്ലോ. അന്നേരം ശ്രീനിവാസ് പറയണേ, അയ്യോ മോളിനി അതിന് വേണ്ടി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. ഓ, എനിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല കേട്ടോ. ഈ സമയത്ത് വയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. അത് ആരോഗ്യത്തിന് നല്ലതല്ല. എൻ്റെ മോളിക്കുട്ടി, നിനക്ക് ഓട്ടം വല്ലതും ഉണ്ടാവുമല്ലേ? വേഗം കൃഷ്ണനെയും കൂട്ടി വിടുന്ന പൊക്കേ. ആഹാ, അത് കൊല്ലാലോ. അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിടാനൊന്നും നോക്കണ്ട കേട്ടോ. മോളിക്കുട്ടിക്ക് ഇന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല അല്ലേ മോളിക്കുട്ടി? അല്ല, അപ്പോൾ കൃഷ്ണമോൾക്ക് കടയിൽ നിന്ന് തുറക്കണ്ടേ? തൽക്കാലം ഇന്ന് വിൽക്കാനുള്ള ടിക്കറ്റ് കൂടി ഇന്നലെ ഞാൻ വിറ്റ് തീർത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 കൂടിയുള്ളൂ. അത് ഞാൻ ഇന്ന് പിന്നെ പിള്ളങ്ങിന് വിറ്റോളാം. തൽക്കാലം ആദ്യം ഞാനിപ്പോൾ സാറിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. എന്തിനാ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു കഷ്ടപ്പാടും ഇല്ല. ഇതൊക്കെ ഞാൻ വീട്ടിലൊന്നും ചെയ്യുന്നതാ. ഞങ്ങൾ രണ്ടുപേരും കൂടി ടപ്പയെന്നും പറഞ്ഞ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ വരാം.
അങ്ങനെ പറഞ്ഞ കൃഷ്ണയെ മോളിക്കുട്ടി അടുക്കളയിലേക്ക് ചെല്ലുവാണ്. ഇതേ സമയം കാണിക്കുന്നത് ഗാഥയും കുട്ടി നവീൻ സിത്താരയുടെ അരികിലെത്തുവാണ് കേട്ടോ. അങ്ങനെ ഗാഥയാണെങ്കിൽ മമ്മീനെ കാണുന്നത് മമ്മിയുടെ കയ്യിൽ കെട്ടിപ്പിടിച്ച് കരയുവാണ്. മമ്മി, ഞാൻ എൻ്റെ കൺമുമ്പിൽ നാഗത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ടും അതിനെ കൊത്തിയെന്ന് പറഞ്ഞിട്ടും ആർക്കും ഒരു ഇതുമില്ല. അല്ലെങ്കിലും എൻ്റെ കാര്യത്തിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. നവീൻ പോലും അതെല്ലാം എൻ്റെ തോന്നലാണെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ മമ്മിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം. ഈ സമയം നവീനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നവീൻ പറയണേ, മാഡം നടന്നതെന്നാണെന്ന് വ്യക്തമായിട്ട് ഞാൻ ഇന്നലെ തന്നെ ഇയാളോട് പറഞ്ഞതാ. പക്ഷേ ഇയാളത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഗാഥ ഇങ്ങോട്ട് തുടങ്ങിയാൽ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. അന്നേരം സിത്താര പറയണേ, മോനെ നവീൻ, ഗാഥമ്മയുടെ മനസ്സിൽ ആ നാഗഭയത്തെക്കുറിച്ച് നല്ലത് ശക്തമായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ കളിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോളത് സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. അവളുടെ മനസ്സിനെ അത് പറഞ്ഞു പഠിപ്പിക്കാൻ കുറച്ച് ടൈമും കൂടി വേണം എനിക്ക്. തൽക്കാലം മോൾ നോക്കിയാകുന്നത് വരെ എൻ്റെ ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. അതേക്കുന്നത് നവീൻ പറയണേ, അല്ല ഇതുപോലെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുമ്പോഴും ഗാഥ എപ്പോഴും ഇവിടെ മാഡത്തിൻ്റെ ഒപ്പം വന്ന് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. എത്ര നാളായിരിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട്? സത്യം പറഞ്ഞാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത്. ഓഫീസ് കാര്യങ്ങൾ ഒത്തിരി പെൻഡിങ്ങുണ്ട്. ഒന്നിലൊരിക്കലും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അന്നേരം കഥ പറയണേ, നവീൻ അല്ലെങ്കിലും ഓഫീസ് കാര്യത്തിലൊന്നും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. അതെനിക്കറിയാം. എൻ്റെ കാര്യത്തിൽ മാത്രമുള്ള നവീന് ബുദ്ധിമുട്ടും. ഗാഥ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അത് നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. പക്ഷേ തന്നെ കല്യാണം കഴിച്ച് താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഒത്തിരി പ്രതീക്ഷകളായിരുന്നു. എൻ്റെ ബിസിനസ്സിലും ജീവിതത്തിലും ഒക്കെ താനൊരു കൈത്താങ്ങായിട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. എനിക്ക് പുതിയ പുതിയ പ്രോജക്റ്റൊക്കെ കിട്ടി ഞാൻ വലിയ ഉയരങ്ങളിലേക്ക് പോകുമെന്ന്. പക്ഷേ എന്നാലിപ്പോൾ സംഭവിക്കുന്നതോ അതിന് നേരെ ഓപ്പോസിറ്റും. സത്യം പറഞ്ഞാൽ മടുപ്പ് തോന്നുവാണ്. അന്നേരം ഗാഥ പറയണേ, ഓ നവീനെ എൻ്റെ ഒപ്പമുള്ള ജീവിതം മടുത്തു തുടങ്ങിയല്ലേ? എന്നാൽ പിന്നെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാം അങ്ങ് തുറന്നു പറയാം. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാ, ആ വീട്ടിൽ എനിക്ക് സ്വസ്ഥതയോടെ നിൽക്കാൻ പറ്റില്ലെന്ന്. ആ നശിച്ച വീട്ടിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അന്നേരം നവീൻ പറയണേ, ഗാഥ നിർത്തുന്നുണ്ടോ? മാഡം, എങ്ങനെ ഇതൊക്കെ ഞാൻ കേട്ട് നിൽക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഇയാൾ പറയുന്നത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിനെക്കുറിച്ചാണ്. എൻ്റെ മുത്തശ്ശനും അമ്മയും അച്ഛനും ഒക്കെ താമസിക്കുന്ന വീടിനെക്കുറിച്ച്. ഇനി ഇത്തരം വാക്കുകൾ സഹിച്ച് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. നവീൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മോളുടെ മാനസികാവസ്ഥ കൂടി നവീൻ ഒന്ന് മനസ്സിലാക്കി പെരുമാറണം. ഈ സമയം ഗാഥയാണെങ്കിൽ ദേഷ്യത്തിലുള്ള റൂമിലേക്ക് പോകുവാണ്. അന്നേരം നവീൻ പറയണേ, മാഡം, ഗാഥ എപ്പോഴെങ്കിലും ഓക്കെ ആകും എന്നുള്ള പ്രതീക്ഷയില്ല ഇത്ര നാൾ ഞാൻ കാത്തിരുന്നുകൊണ്ടിരുന്നത്. ഇനിയും ഞാനിരിക്കാം. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. എത്ര നാൾ എനിക്ക് എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് നവീൻ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ സിത്താരക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭ്രാന്തി പിടിച്ച് ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്ടോ സിത്താര. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിൾ എടുത്ത് വെക്കുവാണ്. അങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൃഷ്ണമോൾ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അതിശയത്തോട്ട് ചോദിക്കുവാണ്ടോ ശ്രീനിവാസൻ. അന്നേരം കൃഷ്ണ പറയണേ, ഓ എനിക്ക് അധിക സമയമില്ലാത്ത കാരണം കുറച്ചൊരു വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ടേബിൾ നിറയെ ഞാൻ വിഭവങ്ങൾ കൊണ്ട് നിറച്ചേനെ. സാറിരിക്ക് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ആ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ്ടോ കൃഷ്ണ. നിങ്ങൾ രണ്ടുപേരും ഇരിക്കും. ഇരിക്കുന്നേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം സാറേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, രണ്ടാളും കൂടെ ഇരിക്കണം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണനെ മോൾക്കുട്ടീനെയൊക്കെ പിടിച്ചിരുത്തുവാണ്. അവരും അങ്ങനെ ഭക്ഷണം കഴിക്കുവാൻ കേട്ടോ. അങ്ങനെ കൃഷ്ണയുടെ പാചകത്തെക്കുറിച്ച് ശ്രീനിവാസാണെങ്കിൽ നിർത്താതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. എന്തൊരു രുചിയാണ് മോളെ ഇതിനൊക്കെ. സത്യം പറയാലോ, എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ ഒരു കോട്ടയംകാരനുണ്ടായിരുന്നു, ഒരു ജോസ്. അവനിതുപോലെ അസാധ്യ രുചിയിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരും. ഹോസ്റ്റലിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അവൻ നേരെ അടുക്കളയിലേക്ക് ഓടും. എന്നിട്ട് ഇതുപോലെ ഓരോന്നൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും. സത്യം പറയാലോ, മോളിപ്പം ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലങ്ങളൊക്കെ ഓർത്തുപോയി. അല്ല, എന്നിട്ടിപ്പോൾ ഈ ജോസ് എന്ത് ചെയ്യുന്നു? അവനിപ്പോൾ കാനഡയല്ല, അവിടെ പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലൊക്കെ നടത്തുവാണ്. അന്നേരം മോളിക്കുട്ടി പറയണേ, അങ്ങനെയാണെങ്കിൽ കൃഷ്ണക്കും ഇതുപോലൊരു ഹോട്ടൽ ബിസിനസ്സൊക്കെ തുടങ്ങാം. നല്ല കച്ചവടമായിരിക്കും, നല്ല കൈപ്പുണ്യമല്ലേ. അന്നേരം ശ്രീനിവാസ് പറയണേ, പക്ഷെ അതൊന്നും വേണ്ട. ഇപ്പം തന്നെ ഇങ്ങനെ കഷ്ടപ്പാടുള്ള ജോലിയൊന്നും മോള് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ഇപ്പം നമുക്കൊരു ലോട്ടറി ഏജൻസി ഉണ്ടല്ലോ, അത് പതിയെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് മോളവിടുത്തെ ഒരു മുതലാളിയായിട്ട് AC ഒക്കെ കൊണ്ടങ്ങിരിക്കണം. എന്നെ മുതലാളിയാക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം സാറ് ഭക്ഷണം കഴിക്കാൻ നോക്കും. എന്നിട്ട് ആ പയറുകറിയൊക്കെ കൂട്ടിയിട്ട് പറയണേ, മുമ്പ് ഞാനും ഇതുപോലെ തേങ്ങയൊക്കെ ചുട്ട ഇങ്ങനെ പയറുകറി വെക്കുമായിരുന്നു. സാർ അങ്ങനെയൊക്കെ ചെയ്യുമോ? പിന്നല്ലാതെ. എൻ്റെ ഭാര്യയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ. അയാൾക്ക് വേണ്ടി ഞാനതൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം മോളിക്കുട്ടി ചോദിക്കണേ, അല്ല സാറിൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെയാ? ഇപ്പോൾ കുറേ നാളായി പറഞ്ഞു കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ട്. അന്നേരം ശ്രീനിവാസൻ ആ ചോദ്യം കേൾക്കുന്നു പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടാകുവാണ്. അത് കൃഷ്ണയെ മോളിക്കുട്ടി നോട്ട് ചെയ്യുന്നുകൊണ്ട് കേട്ടോ. അന്നേരം ശ്രീനിവാസ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുക. നിങ്ങൾ വേഗം നോക്കിയിരിക്കാതെ കഴിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലും പച്ചക്കറികൾ കൊണ്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള ഭക്ഷണ രീതികളും അതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു മനസ്സുകൊണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ കണ്ടുവന്ന ഭക്ഷണമെല്ലാം ആസ്വദിച്ച് കഴിക്കുവാണ്.
ശ്രീനിവാസ് പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന കഥ കയ്യിലെ മുറിവിലൊക്കെ നോക്കി ടെൻഷനോടും ഭയത്തോടും ഒക്കെ കൂടിയിരിക്കുവാണ്. അന്നേരം സിത്താര അങ്ങോട്ടേക്ക് വരുവാ. എന്താ മോളെ, എന്താ ഇതൊക്കെ? നവീനും ഡോക്ടറും ഒക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് മോളെന്തിനാ നാക്കം കുത്തിയതാണെന്നും പറഞ്ഞ് ഇങ്ങനെ വീണ്ടും ഭയന്നിരിക്കുന്നത്? എൻ്റെ മമ്മി, അപ്പം ഞാൻ കണ്ടതോ? മോളെ, നിർമ്മലയും ഉദയനും ഒക്കെ നടന്നതെല്ലാം അവർ തന്നെ ഒപ്പിച്ച പണിയാണെന്ന് അവർ സ്വയം സമ്മതിച്ചല്ലോ. അവർ മോളെ ആശ്വസിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു കള്ളം പറയുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും മോളുടെ സമാധാനം തകർക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമല്ലേ അവർക്കുള്ളൂ. എന്നാണെങ്കിലും ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് മണ്ണാറശാല വരെ ഒന്ന് പോകാം, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. നാളെ മോളുടെ പിറന്നാളും കൂടിയല്ലേ? ശരി മമ്മി, മമ്മി പറയുന്നു എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എൻ്റെ ഈ ഭയം പൂർണ്ണമായിട്ടൊന്ന് മാറ്റണം എന്നുണ്ട്. ഈ സമയത്തായിരിക്കോട്ടോ സുമിത്രയുടെ ഫോൺ വരുന്നത്. അങ്ങനെ സിതാര ഫോൺ എടുക്കുക. ആ സിതാര, ഗാതമോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ നാളെ ഒന്ന് മണ്ണാറശാല വരെ പോയാലോ എന്ന് വിചാരിക്കുവാണ്. നാളെ ഗാതയുടെ പിറന്നാളാ. എല്ലാ വർഷവും അവളുടെ പിറന്നാളിന് ഞാൻ അവളെയും കൊണ്ട് അമ്പലത്തിലും മറ്റുമൊക്കെ പോകാറുണ്ട്. നാളെ ഗാതമോളുടെ പിറന്നാളാണോ? അത് ശരി, അങ്ങനെയാണെങ്കിൽ അതെവിടെയല്ലേ ആഘോഷിക്കേണ്ടത്? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം മണ്ണാർശാലയിൽ പോകുന്നത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്ക്. ഗാതമോളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഗാതമോളുടെ പിറന്നാൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാം. ഇവിടുത്തെ പിറന്നാളും ആഘോഷങ്ങളും കൂടിയൊക്കെ ആകുമ്പോൾ ഗാതമോളുടെ മനസ്സൊന്ന് റിഫ്രഷ് ആകും. സിതാര എന്ത് പറയുന്നു? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ, മോളോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് സിതാര ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഗാതയോട് പറയണേ, നിൻ്റെ പിറന്നാളാ നാളെ എന്ന് പറഞ്ഞപ്പോൾ സുമിത്ര പറയുവാണ് അവിടെ വന്ന് ആഘോഷിക്കാമെന്ന്. സത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടത്? അന്നേരം ഗാത പറയണേ, ശരിയാണ്, ഇത്തവണ എൻ്റെ പിറന്നാൾ നവീൻ്റെ വീട്ടിൽ നിന്ന് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ മോളെ, ഒരു പക്ഷേയില്ല. ചിലപ്പോൾ അമ്പലത്തിലും മറ്റുമൊന്നും പോകാതെ തന്നെ നാളത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിലൂടെ നിൻ്റെ മനസ്സിനെ ബാധിച്ച എല്ലാ ഭയങ്ങളും പേടിയൊക്കെ മാറുമെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് അവിടെ തന്നെ പോയി ആഘോഷിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നീ അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലണം. ഇന്നോ മമ്മി? പിന്നല്ലാതെ. നാളെ ഒരു അതിഥിനെ പോലെയാണോ നീ ചെന്ന് കയറേണ്ടത്? അല്ലല്ലോ. അങ്ങനെ മമ്മി പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് അത്രയും താല്പര്യമില്ലാതെ നിൽക്കുന്ന കഥേനെയൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് കൃഷ്ണയുടെ പിറന്നാളിന് ശ്രീനിവാസനെയും മോളിക്കുട്ടീനെയും അതുപോലെ ഗോപാലമാമേനെ സുനന്ദേച്ചി എല്ലാവരെയും വിളിച്ച് ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണയും തങ്ങിയും തീരുമാനിക്കുന്നത്. അങ്ങനെ കൃഷ്ണ ഗോപാലിനെ ഫോണിൽ വിളിച്ച് പറയണേ, അതെ ഗോപാലമാമേ, നാളെ നമുക്കൊന്ന് ഒത്തുകൂടിയാലോ? നാളെ എൻ്റെ പിറന്നാളാ. ഗോപാലമാമ സുനന്ദേച്ചിയും കുട്ടി ഇങ്ങോട്ടേക്ക് വരില്ലേ? പിന്നെ അല്ലാതെ, മോളുടെ പിറന്നാൾ ആഘോഷിച്ചില്ലെങ്കിൽ അന്ന് ഞങ്ങളില്ല ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്ന് കണ്ടുമുട്ടാനാ? ഞങ്ങൾ എന്താണെങ്കിലും നാളെ തന്നെ അതിരാവിലെ തന്നെ അവിടെ എത്തിയിരിക്കും. എന്താ അതുപോലെ? അങ്ങനെ ഗോപാലൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കൃഷ്ണ നേരെ ചെന്ന് അനിയൻ സാറിനെ ചെന്ന് കാണുവാണ് കേട്ടോ. അതെ, നാളെ എൻ്റെ പിറന്നാളാ, സാർ എന്താണെങ്കിലും വരണം. വീട്ടിലുള്ള ആളെ സാറിന് ഇതുവരെ കണ്ടില്ല എന്നുള്ള പരാതിയും പറഞ്ഞിരിക്കുക. അമ്മയുടെ പരാതി മാറ്റാം, അതിനെന്താ? മോളുടെ പിറന്നാൾ നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും. അതുപോലെ മോളുടെ അമ്മയെ എനിക്കൊന്നും കാണാമല്ലോ. പിന്നീട് കാണിക്കുന്നത് കളരിക്കലാണെങ്കിൽ നവീനും കാത്തിൻ്റെ പിറന്നാൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ നവീൻ ശ്രീനിവാസിനെ ഫോണിൽ വിളിക്കുന്നത്. അന്നേരം ശ്രീനിവാസ് പറയുന്നുണ്ട്, അതെ നവീൻ, നാളത്തെ നമ്മുടെ പ്രോഗ്രാം ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കേണ്ടി വരും. നാളെ എനിക്ക് ചെറിയൊരു തിരക്കുണ്ട്, നമ്മുടെ കൃഷ്ണയുടെ പിറന്നാളാണ്. അത് കേൾക്കുന്നത് നവീൻ പറയണേ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം സാറിനോട് എങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നാളെ എൻ്റെ വൈഫിൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് നാളെ രാവിലെയൊന്നും എനിക്ക് ഫ്രീ ആകാനും പറ്റില്ല. അങ്ങനെ നവീനോട് സംസാരിച്ചതിന് ശേഷം ശ്രീനിവാസ് അടുത്തിരുന്ന കൃഷ്ണയോട് പറയണേ, നാളെ നവീൻ്റെ ഭാര്യയുടെയും പിറന്നാളാണെന്നാണ് നവീൻ പറഞ്ഞത്. അങ്ങനെ നവീൻ അങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുന്നതും കൃഷ്ണക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. കൃഷ്ണ ആ കാര്യം തന്നെ ഓർത്തുകൊണ്ടിരിക്കുക. ശരിയാ നവീൻ പറഞ്ഞത്, നവീൻ്റെ ഭാര്യയുടെ പിറന്നാൾ തന്നെയാണ് നാളെ എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന കൃഷ്ണനെ കാണിക്കുകയാണ് പ്രൊമോയിൽ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്